ഇന്ന് അത്രയും നല്ലത്. ഭവാനി അഷ്ടകം എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന 8 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കാവ്യം ശങ്കര ഭഗവത്പാദ വിരചിതമാണ്. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ വളരെയധികം അർത്ഥങ്ങള് അടങ്ങിയ ഈ ഒരു 8 ശ്ലോകങ്ങള് ഓരോ ഉപാസകന്റെയും ജീവിതത്തില് ഇല്ലെങ്കിൽ ആ ഒരു മുമുക്ഷുത്വം ആഗ്രഹിക്കുന്ന ഒരു ജീവന് ഒരുപാട് വഴികാട്ടിയായിട്ട് തീരും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഇതെല്ലാം അദ്ദേഹത്തിൽ ആരോപിച്ചുകൊണ്ട് ആ ഭവാനിയായിരിക്കുന്ന അമ്മയുടെ ശരണാഗതി പാദങ്ങളില് ശരണാഗതി ചെയ്തുകൊണ്ട് ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി എന്ന് പറഞ്ഞ് നമുക്കും നമ്മുടെ വഴി ഇതാണ്, ഈ ഭവസാഗരത്തിൽ കടന്നു പോകാനുള്ള വഴി ഇതാണ് എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോ നമ്മൾ ഇന്നലെ 5-ാമത്തെ ശ്ലോകമാണ് കണ്ടത്. 5-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് എവിടെ വെച്ച് നിർത്തിയോ അവിടെ ഒന്ന് നമുക്ക് തുടങ്ങാം. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഹ കുലാചാരഹീന കദാചാരലീനഃ കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഹ കുലാചാരഹീനഃ കദാചാരലീനഃ കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. സദാഹം, ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ, ഈ പറഞ്ഞതെല്ലാം ഞാനാണ്. അഹം സദാ, ഇതാണ് അമ്മ. പക്ഷേ എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? അമ്മയിൽ എത്തിച്ചേരണം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? എന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കണേ എന്നുള്ള ഒരു ശരണാഗതി അവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പറയാ, കുകർമ്മി ആരാണെന്ന് കണ്ടു, കുസംഗി കണ്ടു, കുബുദ്ധി ആരാണെന്ന് കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് കുദാസൻ ആരാണ്. ആരാണ് കുദാസഹ? ആരാണ് കുദാസൻ? കുൽസിതന്മാർക്ക് അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് ദാസ്യപ്പണി ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പൊ ഇതാണ് സമൂഹത്തില് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇല്ലേ? നമുക്ക് നല്ലവരെ സേവിക്കുന്നവര് വളരെ കുറവാണ്. അപ്പൊ കുൽസിത ബുദ്ധിയോടുകൂടി, എന്താ കുൽസിത ബുദ്ധി? ഏത് തന്ത്രം പ്രയോഗിച്ചും പണസമ്പാദനം, പണം, പദവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവര്. അപ്പോ നല്ലത് ചെയ്യുന്നവരെ സേവിക്കുന്നതിന് പകരം കുൽസിത പ്രവൃത്തി ചെയ്യുന്നവർക്ക് ദാസ്യപ്പണി ചെയ്യുന്നവർ. അപ്പോ അതിന്റെ ഉദ്ദേശം എന്താണ്? കുറച്ച് പണം, ഇല്ലെങ്കിൽ കുറച്ച് പദവി, ഇല്ലെങ്കിൽ കുറച്ച് ബന്ധങ്ങള്, അല്ലെ? അപ്പൊ നല്ലവരിൽ നിന്നും സദ്ബുദ്ധി സദ്വാസനകൾ ലഭിക്കും. അപ്പോ ധനവും സ്ഥാനമാനങ്ങളും ഉള്ളവരുടെ കുബുദ്ധികളുടെ ദാസ്യപ്പണി എന്നും നികൃഷ്ടമായിട്ടുള്ള ഒരു പണിയാണ്, ഇല്ലേ? കാരണം ഒരിക്കലും ഈശ്വരന്റെ വഴി അതല്ല. നമുക്ക് ഈശ്വരനില് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈശ്വരനിലേക്ക് ഒരിക്കലും അവർക്ക് എത്താൻ സാധിക്കില്ല എന്ന് അവരറിയുന്നില്ല. കാരണം സജ്ജനങ്ങളെ സേവിക്കുക, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ അറിയാതെ ഇപ്പൊ താൽക്കാലികമായ കുറച്ച് ലാഭങ്ങൾക്ക് വേണ്ടി കുൽസിതരായിരിക്കുന്നവരുടെ ദാസ്യപ്പണി ചെയ്യുന്നവരെയാണ് നമ്മള് ഉദാസന്മാരെന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് വേണം? സജ്ജനങ്ങളെ തിരിച്ചറിയണം, സത്സംഗങ്ങൾ ചെയ്യണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഭവാനിയായിരിക്കുന്ന, ഈ ഭവിച്ചിരിക്കുന്ന ഭവസാഗരത്തിന്റെ ആ ഒരു ചക്രവർത്തിനിയായിരിക്കുന്ന ദേവിയുടെ പാദപത്മങ്ങളില് എത്താൻ സാധിക്കുള്ളൂ. അടുത്തത് കുലാചാരഹീന. അവനവന്റെ കുലത്തെയും ആചാരങ്ങളെയും നിന്ദിച്ച് അതൊന്നും ആചരിക്കാത്തവർ, അല്ലെ? നമ്മുടെ പൈതൃകം നമ്മളെ പഠിപ്പിച്ച, ഇല്ലെങ്കിൽ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ആചാരങ്ങളൊക്കെ അത് വിശ്വാസങ്ങളാണ്, ഭ്രാന്താണ്, തെറ്റാണ് എന്നൊക്കെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് എന്താ പറയാ, ആചാര അനുഷ്ഠാനങ്ങളെ ഒക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറ്റി താൻ ചെയ്യാതെ മറ്റുള്ളവരെയും പിന്മാറ്റുന്നവര്, അവരെയാണ് നമ്മൾ കുലാചാരഹീനഹ എന്ന് പറയുന്നത്, അല്ലെ? ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ഇന്ന് എവിടെ തിരുവനന്തപുരത്ത് നോക്കിയാൽ പോലും നമ്മൾ കാണുന്ന നിശാ പാർട്ടികള്, അല്ലെ? കഞ്ചാവ് കഴിച്ചുകൊണ്ടുള്ള ഒത്തുകൂടലുകള്. അതിന്ന് നമ്മുടെ എന്താ പറയാ, എല്ലാവരും അനുവദനീയമാണെന്നുള്ള മട്ടില് പരസ്യമായിട്ട് ഇന്ന് റോഡുകളിലെ തെരുവുകളിലെ എല്ലാം നടക്കുകയാണ്. അപ്പോ ആ ഈശ്വര വിഗ്രഹങ്ങളെ വികൃതമായിട്ടുള്ള ചിത്രീകരിക്കല്, കോളേജിൽ പഠിക്കുന്ന കുട്ടികള്, സരസ്വതിയെ ഉപാസിക്കേണ്ടവര് സരസ്വതി ദേവിയുടെയും മഹാലക്ഷ്മി ദേവിയുടെ ഒക്കെ പടങ്ങള് വികൃതമായിട്ട് വരയ്ക്കുക, സാറുമാർ അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്ന് പുതിയ തലമുറയുടെ ആചാരങ്ങള്. അപ്പോ അവരുടെ ആഘോഷങ്ങളും എല്ലാം അങ്ങനെയാണ്, അല്ലെ? രാത്രി മുഴുവനും എന്താ പറയാ, പാർട്ടികള്, എല്ലാവരും ഒത്തുകൂടുക, ഒരു അർത്ഥമില്ലാത്ത വാക്കുകൾ സംസാരിക്കുക, വെറുതെ മദ്യം
തുടങ്ങിയവയെല്ലാം സേവിച്ച് സമയം കളയുക. ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ അവര് ലീനരാകുന്നു. പഴയ ആചാരങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നു. അപ്പൊ അങ്ങനെ അവരെന്തായി? കുലാചാരഹീനന്മാരായി. സോ കോൾഡ് മോഡേൺ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയണത് ഇതൊക്കെ ചെയ്തെങ്കിലേ ആവുള്ളൂ. നമ്മൾ ന്യൂ ജെൻ എന്നാ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് 50 വയസ്സുള്ളവനും പറയുന്ന ന്യൂ ജെൻ എന്നാ പറയുന്നത്. കാരണം അവർക്ക് പഴയതിനോട് താല്പര്യമില്ല. പുതിയത് ഇന്ന് പുതിയ തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. ഇന്ന് നമ്മൾ സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാലും പഴയ ആളുകൾക്ക് പുതിയ സിനിമകളൊന്നും മനസ്സിലാവില്ല. പക്ഷെ പുതിയ തലമുറ വളരെയധികം എൻജോയ് ചെയ്ത് പെർഫെക്റ്റ് ആണ്, നല്ലതാണെന്ന് പറയുമ്പോൾ പഴയ ആൾക്കാർ മിഴിച്ചിരിക്കുകയാണ്. പണ്ട് ഉള്ള സ്നേഹം പരസ്പര എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടായിരിക്കും നമ്മളൊരു സിനിമ കാണുമ്പോൾ, ഇല്ലേ? നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന ആ ഒരു വിഷയം എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നതുമായിരിക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തതോ? അപ്പൊ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കാര്യങ്ങളും മനസ്സിലാവാത്ത ഒരു തലത്തിലാണ് ഇന്ന് പോകുന്നത്, അല്ലെ? അപ്പോ ആ ഘട്ടത്തില് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ശങ്കര ഭഗവത്പാദർ ഇത് അന്നേ കണ്ടിട്ടാണ് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടറിഞ്ഞിട്ടായിരിക്കാം ഈ ഭവാനി അഷ്ടകം അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് അമ്മയോട് പറയുക, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ളവരുടെ മധ്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായി? അവൻ മോഡേൺ അല്ലാതായി, പഴയ ആളായി. അവനെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. പതുക്കെ പതുക്കെ അവനെ ഇഗ്നോർ ചെയ്ത് അവനെ അതിൽത്തുനിന്ന് പുറത്താക്കും. ഇന്ന് പുതിയ തലമുറയെ തന്നെ കുട്ടികളെ പഠിച്ചു വരും, കോളേജ് ഹോസ്റ്റലൊക്കെ നമുക്കറിയാം. അവർക്ക് ഇച്ചിരി ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ തന്നെ അവനെ ആ ഗ്രൂപ്പിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പൊ അവന് ഒരു ഒറ്റപ്പെടൽ തോന്നും, താൻ ചെയ്യുന്ന തെറ്റാണോ എന്ന് തോന്നും, ഈശ്വരനിൽ നിന്ന് അകലാൻ തുടങ്ങും. അങ്ങനെ അവര് പതുക്കെ പതുക്കെ അവരുടെ ഗ്രൂപ്പിലാക്കി അവനെയും മദ്യത്തിനും ചരസിനുമൊക്കെ അടിമപ്പെടുത്തി അവന്റെ ജീവിതവും ഇല്ലാതാക്കി കുലാചാരഹീനന്മാരാക്കി തീർക്കും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുന്നു, അമ്മ ഇത് ഞങ്ങളെ ഇതിൽ നിന്ന് എങ്ങനെയാണ്, അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അപ്പോ അനാചാരങ്ങളെ ഉപേക്ഷിച്ച് സദാചാരത്തില് മുറുകെ പിടിക്കണം എന്നാണ് ഇത് പറയുന്നത്. കാരണം ശാസ്ത്രത്തിനും ലോകത്തിനും ഹിതമായിട്ടുള്ളത് ചെയ്യൂ, അതിനെ പിന്തുടരൂ. അടുത്ത കുദാചാരം എന്നത് സദാചാരത്തിന്റെ വിപരീത പദമാണ്. അപ്പോ ആ ഒരു സത്തിലേക്കുള്ള യാത്ര, അതിന് നമ്മൾ സഹായിക്കുന്ന കർമ്മങ്ങള്, സദാചാര കർമ്മങ്ങള്, ഈശ്വര അഭിമുഖമായിട്ടുള്ള സത്തിലേക്കുള്ള പ്രയാണം, അത് സാക്ഷാത്കരിക്കാൻ സജ്ജനങ്ങൾ ആചരിക്കുന്നതാണ് സദാചാരം. അപ്പൊ പൂർവികരെ ആചരിച്ച് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോ അതില് നമ്മള് ലീനരാകണം. അടുത്തത് എന്താ? കുദൃഷ്ടി. കുദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ, എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദൃഷ്ടി. അപ്പൊ കുദൃഷ്ടി എന്ന് പറഞ്ഞാൽ കുറ്റം കാണുന്നവന്റെ ഒരു നെഗറ്റീവ് മൈൻഡ് എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് മാത്രം കാണുന്നവൻ. ഇപ്പൊ നല്ല എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു സാധനം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് വെക്കുള്ളൂ, അതിനെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കിട്ടുന്ന ആള് കണ്ടുപിടിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പൊ കാര്യങ്ങള് നേരെ കാണാൻ കഴിയാത്തവൻ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്നതോ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിലോ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഒരു ചൂടായതുകൊണ്ട് ഒരു കപ്പിൽ സെൻ സ്റ്റോറിയാണിത്. ഒരു കപ്പിൽ നമുക്ക് കുറച്ച് ചായ തന്നു, 3/4 ഗ്ലാസ് ചായ തന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? അയ്യോ, ഇത് 3/4 ഗ്ലാസ്സേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം നിറഞ്ഞ കപ്പി കിട്ടി, എന്നാൽ നിറച്ചു കൊടുത്താലോ? അപ്പൊ പറയും ഇത് മുഴുവൻ തുളുമ്പി കളഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന്. അപ്പൊ എങ്ങനെ കൊടുത്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ ദൃഷ്ടിയുള്ളവർ, അതാണ് കുദൃഷ്ടി, നെഗറ്റീവ് മാത്രം കാണുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ദേവി മഹാത്മ്യം പറയുന്നുണ്ട് ഒരു വാക്ക്, ധൂമ്രലോചനൻ എന്നൊക്കെ നമുക്ക് പറയാം, ഇല്ലേ? കാരണം ധൂമ്രം ഒരു പുകയാകുന്ന ആവരണം കൊണ്ട് മറയ്ക്കപ്പെട്ടവൻ. അപ്പൊ അതിൽ നിന്ന് എന്ത് വേണം? സദ്ദർശനത്തിലേക്ക് വരണം. നമ്മള് ശാസ്ത്രങ്ങൾ പഠിക്കണം, നല്ല ആചാര്യന്മാരെ വണങ്ങണം. ഈ അജ്ഞാനമാകുന്ന തിമിരം, ആ തിമിരമാണ് നമ്മുടെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ എടുത്തു മാറ്റണം. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മുടെ ഗുരുമൂർത്തിയായിരിക്കുന്ന, നമ്മുടെ ഉള്ളില് നമ്മുടെ ഗുരുവായിട്ടിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഭഗവാനെ വണങ്ങണം, അല്ലെ? ഗുരുരൂപിണിയാണ് അമ്മയും. രണ്ടുപേരും നമ്മളെ അനുഗ്രഹിച്ചാൽ എന്താ? നമുക്ക് ഈ പറയുന്ന മറ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രപഞ്ചത്തിലും ബാക്കി എല്ലാത്തിലും കാണുന്ന അതിനെ മാറ്റാൻ സാധിക്കും. ഇത് ഗുരുവിന്
മാത്രമേ അജ്ഞാനത്തെ നീക്കുവാൻ ജ്ഞാനമാകുന്ന ശലാക കൊണ്ട് ആ അഞ്ജനം പുരട്ടാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സുദൃഷ്ടിയുള്ളവരാകുക. അപ്പോ അടുത്തത് എന്താണ്? കുവാക്യ പ്രബന്ധ. അപ്പൊ കുവാക്യം നമ്മളെല്ലാം തുടങ്ങുന്നതാണ് അല്ലെ. എല്ലാം മോശം കാര്യങ്ങളെല്ലാം ഞാനാണ് എന്ന് പറയുകയാണ്. കുൽസിത വാക്യങ്ങൾ പറയുന്നതിൽ ലീനനായിട്ടിരിക്കുന്നവർ. നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ, ചിലര് സദാ കഴുതയുടെ കരച്ചില് പോലെ മനസ്സിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. എവിടെ ചെന്ന് നമ്മളൊരു സത്സംഗത്തിനാണ് ഇരിക്കുന്നത് അല്ലെ, ആചാര്യൻ വരാൻ സമയമായി, അപ്പൊ ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ, ഇല്ലെങ്കിൽ അമ്പലത്തില് പൂജ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നമ്മൾ നിന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ആ കിട്ടുന്ന സമയം ഉടനെ തന്നെ കുറെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങള്, വീട്ടുകാര്യങ്ങള്, പിന്നെ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു സത്സംഗത്തിന് പോകുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മുമ്പേ മനസ്സിനെ ശുദ്ധമാക്കണം. സത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ ചിന്തകളെ എല്ലാം മാറ്റി അല്ലെ, മനസ്സും കാതും ചെവിയും കണ്ണും എല്ലാം അതിലോട്ട് കൊണ്ടുവന്ന് അത് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ആചാര്യൻ വന്ന് വ്യാസപീഠത്തിൽ ഇരിക്കുന്നിടം വരെ ബാക്കിയുള്ളവരുടെ കുറ്റവും നെഗറ്റിവിറ്റിയും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കലുഷിതമാകും. തെളിഞ്ഞ ഒരു ശാന്തമായിരിക്കുന്ന സമുദ്രം പോലെ ഇരിക്കുന്ന മനസ്സിലെ ഈ പറയുന്ന ആ മഹത് തത്വം ഉള്ളിൽ നമുക്ക് ഉറയ്ക്കുള്ളൂ. കേട്ടാ മാത്രം മതി. അത് ഓർക്കണം എന്ന് പോലും ഇല്ല. അപ്പൊ അത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 10 മിനിറ്റ്. അതുകൊണ്ടാണ് എല്ലാവരും സത്സംഗം കേൾക്കാൻ വരുമ്പോ, ഇല്ലെങ്കിൽ ഒരു പ്രഭാഷണം നമ്മൾ കേൾക്കാനിരിക്കുമ്പോ ഒരു 10 മിനിറ്റിന് മുമ്പേ റെഡി ആയിട്ട് സമാധാനമായിട്ട് അല്ലെ, നല്ല മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ച് സന്തോഷമായിട്ട് ഈ കേൾക്കുന്നത് എനിക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഉവാക്യ പ്രബന്ധരെന്താ ചെയ്യുന്നത്? വന്ന ഉടൻ തന്നെ മാക്സിമം തുടങ്ങുന്നതിന് മുമ്പേ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുന്ന സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിളിച്ച് അവരോട് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആചാര്യൻ പറഞ്ഞതിന്റെ നെഗറ്റീവ് ഇതാണോ അർത്ഥം എന്ന് അപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടില്ലേ. അപ്പൊ അത് ബോധപൂർവം നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താ? ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താല് നല്ല വാക്കുകൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരമാക്കി മാറ്റണം. കാരണം എല്ലാത്തിനും നമ്മള് എന്താ പറയാ, ഒരു നിഷ്ഠ വേണം. കാരണം ഇത് നമ്മൾ ചെയ്താല് നമ്മൾ എപ്പോഴും എന്താ പറയാ, ഒരു സത്സംഗ്, ഒരു പബ്ലിക്കായിട്ട് നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമുക്കിത് തുടരും. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാസന പ്രേരിതമായിട്ട് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഉടനെ അടുത്തിരിക്കുന്ന ആളിനെ വിളിക്കും, സംസാരിക്കും ഇല്ലേ. അപ്പൊ അത് കാണുന്നവരെന്താ വിചാരിക്കുക? നമ്മളിത് കേൾക്കാനാണ് വന്നത് ഇല്ലേ. കുറച്ചു സമയം നമ്മുടെ മനസ്സിനെ അടക്കി അല്ലെ, ഇന്ദ്രിയങ്ങളെ അടക്കി നമുക്ക് അവിടെ ഇരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇത് കേട്ട് ഉള്ളിൽ കൊണ്ടുവരിക? അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് നമ്മൾ നിരന്തരം പരിശീലിക്കണം. എന്നാൽ മാത്രമേ ഇത് നമ്മുടെ സംസ്കാരമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? നമ്മളെ കുവാക്യങ്ങള്, മോശമായിട്ടുള്ള കാര്യങ്ങള്, നെഗറ്റീവ് കാര്യങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ ഒരു പ്രഭാഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിക്കണം. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കുട്ടി കവിത ഇല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് എന്താ പറയുക, സത്സംഗ് തുടങ്ങുന്നതിന് മുമ്പ് വെക്കാറുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം എന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കൊച്ചു കൊച്ചു വാക്കുകളാണ്, പക്ഷെ എത്ര വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ചിന്തിച്ചു നോക്കൂ അല്ലെ. നല്ല വാക്ക് ചൊല്ലണം. ആ നല്ല വാക്ക് ചൊല്ലുന്നതോട് എന്ത് വേണം? നന്മ ചെയ്ത് വാഴണം. എപ്പോഴും ഭഗവത് നാമങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം അല്ലെ. ആ വാക്കുകൾ നമുക്ക് ആ ചിന്ത നമുക്ക് എന്താണ്? നല്ല ചിന്തയെ തരും. അപ്പൊ എന്താവും? അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? മനസ്സ് ശുദ്ധമാകും. അവിടെ നിത്യനായ ചിൽപ്രകാശ രൂപം, ആ അമ്മയുടെ രൂപം തെളിഞ്ഞു നിൽക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ കുവാക്യ പ്രബന്ധ, ഇതെല്ലാം ശങ്കരാചാര്യ സ്വാമികള് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും എത്ര നന്നായിട്ട് നിരീക്ഷണം ചെയ്താണ് അത് മാറ്റൂ മാറ്റൂ മാറ്റൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ ഇതിന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതാണോ? സന്യാസി വര്യനാണ് ഇല്ലേ, സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം അല്ലെ, മൗനിയാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ നടക്കുമെന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടി പറയുകയാണ്. അടുത്തത് എന്താ? കുവാക്യ പ്രബന്ധ, കുൽസിത വാക്യ പ്രബന്ധ എന്നാണ് പറയുന്നത് അടുത്തത്. അപ്പോ സദാ അഹം. അപ്പോ കുൽസിത അവസാനത്തത് എന്താണ്? കുവാക്യ പ്രബന്ധ സദാഹം. അപ്പൊ പറയണം, ആ ഒരു ഞാൻ എന്നും, സദാഹം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. അതായത് അതിൽ നിന്ന് എന്നെ വിടുവിക്കണേ അമ്മേ. കുൽസിത വാക്യ പ്രബന്ധനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്.
അതിനിപ്പോ തെറ്റില്ല. എന്താ, നമ്മുടെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മാറ്റാൻ തയ്യാറാകുക, അത് തന്നെയാണ് വിനയം, അല്ലെ? ഈശ്വരന്റെ മുമ്പില് നമുക്കൊരു തെറ്റാണ്, നീ ഇത് ചെയ്യുന്നത് ശരിയല്ല, നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നു, ശാസ്ത്രം പറഞ്ഞു തരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ പറയണു അത് മാറ്റാൻ ഞാൻ തയ്യാറാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മേ, എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ ഗതി അമ്മയാണ്, അല്ലെ? ഗതിസ്ത്വം ഗതിസ്ത്വം, ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്റെ വഴി, അല്ലെ? അതായത് അമ്മയാണ് എനിക്ക് ഗതി, ഇല്ലേ? കാരണം എനിക്ക് ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി, ഇത്രയും ദോഷങ്ങളുള്ള എന്നെ അമ്മ കരകയറ്റണം, കാരണം ഇത്രയും ദോഷങ്ങളാണ് എനിക്കുള്ളത്, അല്ലെ? ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അധപ്പതിച്ച് ഈ സംസാരമാകുന്ന പൊട്ട കിണറ്റിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ പൊട്ടക്കിണറ്റിലെ തവളാന്ന്, കുറച്ച് വെള്ളം ഉള്ളെങ്കിലും തവളയ്ക്ക് മേളിൽ കയറാൻ പറ്റില്ല, കാരണം കിണറ് ആ ചെറിയ തവളയ്ക്ക് ഒരുപാട് പടികളുണ്ട് മോളിൽ കയറി വരാൻ, അല്ലെ? ആ പടികളൊന്നും അതിന് ചാടി കയറാൻ പറ്റില്ല, വെള്ളം എത്രത്തോളം പൊങ്ങുന്നു അത്രത്തോളം മാത്രം വെള്ളം മുകളിലോട്ട് വരുമ്പോ തവളയ്ക്ക് ചാടി പുറത്തു വരാൻ പറ്റും. അതുപോലെ പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ അറിവില്ലായ്മയാകുന്ന പൊട്ടക്കിണറ്റിലാണ് നമ്മൾ കിടക്കുന്നത്, നമുക്ക് ഒരുപാട് പടികൾ കയറി പോകാനുണ്ട്. പക്ഷെ അമ്മ എന്ത് വേണം, അമ്മ എന്നെ രക്ഷിക്കണം, എന്റെ കൈ പിടിക്കണം, ഈ കിണറ്റിൽ കിടന്ന് എന്റെ ജീവൻ അവസാനിച്ചു പോവരുത്, എനിക്ക് പുറത്തു വരണം, എനിക്ക് അമ്മയിലെത്തണം. അപ്പൊ അമ്മയെ വിളിച്ച് ഞാൻ കരയുകയാണ്, ത്വം ഏകാ മമ ഗതിഹി, അമ്മ അമ്മയാണ് എന്റെ ഗതി, ഈ ദുശീലങ്ങളെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ വിട്ടുപോട്ടെ, ത്വം ഏകാ ഭവാനി, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പൊ അമ്മയോടുള്ള ശ്രദ്ധ, ഭക്തി, ഇത് തന്നെയാണ് എനിക്കുള്ള, എന്തെങ്കിലും ക്വാളിറ്റി പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുണങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, എന്താ? അമ്മയോടുള്ള ശ്രദ്ധയും ഭക്തിയും. അപ്പൊ എന്താ ഇത്, എനിക്ക് ഇത് ഉള്ളത് കൊണ്ട് എന്നെ ഉദ്ധരിക്കട്ടെ, അമ്മ എന്നെ ഉദ്ധരിക്കട്ടെ, അമ്മ തന്നെ എന്നെ കരകയറ്റട്ടെ എന്ന് പറയുകയാണ്. അപ്പോ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ആ ഒരു ടോട്ടൽ സറണ്ടർ ആണ് ഈ പറയുന്ന, എന്താ പറയാ, 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 6-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? 6-ാമത്തെ ശ്ലോകം നമുക്ക് വായിച്ചിട്ട് അതിന്റെ അർത്ഥം നോക്കാം. പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീഥേഷ് സ്വരം വാ കഥാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഇനി കുറെ പേരുടെ കാര്യങ്ങൾ പറയുകയാണ്, അല്ലെ? പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീഥേ സ്വരം വാ കഥാചിത്. അപ്പൊ ഞാൻ എന്റെ ജന്മാന്തര വാസനകൾ കൊണ്ട് കുൽസിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, എന്റെ സംഘം ദുഷ്ടജനങ്ങളുമായിട്ടാണ്, ഇല്ലേ? അതിൽ ചേർന്ന്, കാരണം ബുദ്ധി കെട്ട് മതി കെട്ട് കുബുദ്ധിയായിട്ട് തീർന്നു, അല്ലെ? കുൽസിതന്മാരുമായിട്ടുള്ള സംഘം എന്നെ എന്താക്കി തീർത്തു? അവരുടെ ദാസനാക്കി തീർത്തു. അപ്പോ കുദാസനുമായി കുലാചാരങ്ങളെല്ലാം വെടിഞ്ഞു, കുദാചാരങ്ങളിൽ ലീനനായി ചെളിക്കുണ്ടിൽ താണുകൊണ്ടിരിക്കുന്നു. അപ്പോ കണ്ണിന്, എന്താ പറയാ, തിരിച്ചറിവില്ലാതായി, സത്യത്തെ എനിക്ക് കാണാൻ പറ്റാതായി. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അമ്മ, കുദൃഷ്ടി കുവാക്യപ്രബന്ധ സദാഹം. അപ്പൊ മറ്റുള്ളവരെ ദൂഷിക്കുന്നത് മാത്രം എന്റെ ജോലിയായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്തായി? കുഗതിയിലായി തീർന്നു. അപ്പോ അമ്മയാണ് ഗതി എന്ന് അറിയുന്നു ഇപ്പോ. അപ്പൊ അമ്മ കരുണ കൊണ്ട് ഈ ചെളിക്കുണ്ടില് നിന്ന് എന്നെ കരകയറ്റണേ എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയണേ, എന്റെ മോശം വാസനകളിൽ നിന്ന് മോചിപ്പിക്കണേ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ല, അല്ലെ? എല്ലാ മോശം കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, എനിക്കില്ലാത്തതായിട്ട് നല്ലതൊന്നുമില്ല എനിക്ക് പറയാൻ, എല്ലാം മോശം. നല്ലതായിട്ട് 2 എണ്ണേ ഉള്ളൂ, എന്താ? അമ്മയിലുള്ള ശ്രദ്ധയും ഭക്തിയും മാത്രം, ബാക്കി എല്ലാം മോശമാണ്. പക്ഷെ അമ്മയെ വിളിച്ച് ഞാൻ കരയണു, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഈ ഗതിസ്ത്വം എന്നുള്ള വാക്ക് തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്ന വാക്കാണ്. കാരണം എനിക്ക് അമ്മയല്ലാതെ വേറെ ഗതിയില്ല, അല്ലെ? പരഗതി ഇല്ല എന്ന് നമ്മൾ പറയില്ലേ? ഇഹഗതി പരഗതി ഇല്ല അമ്മ. കാരണം എനിക്ക് ഇവിടെയും ഗതിയില്ല, അവിടെയും ഗതിയില്ല, എനിക്ക് ഇവിടത്തതൊന്നുമില്ല, അവിടെയും ഒരു പുണ്യവും ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഈ മരണസമയത്ത് ഞാൻ ഇനി എന്താ ചെയ്യാ? മരണം അടുത്തുകൊണ്ടിരിക്കണു, എപ്പോഴാ മരണം വന്നു ചേരണമെന്ന് അറിയില്ല, അല്ലേ? അങ്ങനെ വളരെ വിഷമിച്ച് പറയുകയാണ്. കാരണം എന്താ? ആ ആ ഒരു ദേവിയിലുള്ള ഭക്തി ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 6-ാമത്തെ ശ്ലോകം ആ അനന്യ ഭക്തിയെ കുറിച്ചാ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് വേറെ ദേവതകളെ അറിയില്ല, വേറെ ആരെയും ഞാൻ ഉപാസിക്കില്ല അമ്മ, അമ്മയെ മാത്രമേ അറിയുള്ളൂ, അല്ലെ? ഭവാനി മാത്രം, അമ്മ മാത്രം എന്റെ ഗതി. ഈ
അനന്യ ശരണാഗതിയാണ് ഈ അടുത്ത ശ്ലോകത്തില് പറയുന്നത്. പ്രജേശം, രമേശം, സുരേശം, ദിനേശം എന്നൊക്കെ പറയുന്നത് എല്ലാം തന്നെ എന്താണ്, ഓരോരുത്തരെ എടുത്തെടുത്ത് പറയാൻ പോവുകയാണ്. കാരണം ഒരു ഉപാസനാ മാർഗം സ്വീകരിച്ചിട്ട് ആ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ആ ഇഷ്ടദേവതയ്ക്ക് കൊടുക്കാതെ മറ്റുള്ളവരെ തേടി പോകുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ എന്താണ് പറയുന്നത്? ശരണ്യേ. അപ്പം എന്താ ആ ശ്ലോകം എന്താണ്? പ്രജേശം, രമേശം, മഹേശം, സുരേശം, ദിനേശം നിശീതേ സ്വരം വാ കഥാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ. സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പോ ശരണ്യേ, അല്ലയോ ശരണം പ്രാപിക്കാൻ ഏറ്റവും യോഗ്യയായിട്ടുള്ളവളെ, ആർക്കും ശരണം കൊടുക്കാൻ, അഭയം കൊടുക്കാൻ ശക്തിയുള്ള അല്ലയോ അമ്മേ, ദേവി, സദാഹം ന ജാനാമി അന്യത്ത്, എനിക്ക് വേറൊന്നും അറിയണില്ല അമ്മേ. മറ്റുള്ള ദേവതകൾക്കൊക്കെ ഞാൻ അപരിചിതനാണ്, എനിക്ക് ഈ പറഞ്ഞവരെ ആരെ അറിയില്ല, അല്ലേ? ഐ ഡോണ്ട് നോ എനിബഡി എൽസ്. നമ്മൾ പറയില്ലേ, ഒരു വലിയ കൂട്ടത്തിൽ ചെന്നു, ഒരുപാട് പ്രമുഖരിയ്ക്കുന്നു, അല്ലേ? അവിടെ നമുക്ക് ഒരാളെ പരിചയമുള്ളൂ, ആ ആള് സർവശക്തനാണല്ലേ? അവിടെ ഇരിക്കുന്നതിന്റെ എല്ലാം കൺട്രോളർ ആണെങ്കിൽ പിന്നെ നമ്മൾ വേറെ കുറെ പേരുടെ പരിചയം ഉണ്ടായിട്ട് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആ ഒരൊറ്റ ആള് മതി. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് പറയാണ്, ഞാൻ വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഐ നോ ഒൺലി യുവർ സെൽഫ്. എനിക്ക് വേറെ ആരെ അറിയത്തില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ കഴിവുള്ള ആളിനെയാണ് എനിക്ക് പരിചയമുള്ളത്. അതുപോലെ പറയാണ് അമ്മ, എനിക്ക് ഐ ഡോണ്ട് നോ എനിക്ക് ആരെയും, ഈ പറയുന്ന കുറെ പേരുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് അവരെ ഒന്നും അറിയത്തില്ല, അറിയേയില്ല, അവർക്ക് എന്നെയും അറിയില്ല. എനിക്ക് ആകെ ഒരു ബന്ധുവേ ഉള്ളൂ, അമ്മ. അത് അമ്മയാണ്. അത് ശരണ്യേ, അത് ശരണാഗതി കൊടുക്കുന്ന ആ ഭവാനിയായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ്. ഞാൻ എന്താ വേണ്ടത്? എനിക്ക് ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും ആ ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ അമ്മ ഉള്ളപ്പോ ഞാൻ കള്ളം പറയല്ല അമ്മേ, എനിക്ക് ആരെ അറിയില്ല എന്ന് പറയാണ്. ത്വം ഏകാ ഭവാനി ഏകാ ഗതി. ഇപ്പൊ പ്രമുഖന്മാരായിട്ടുള്ള കുറെ പേരുടെ പേര് പറയാണ്, 6 പേരെയാണ് ഇവിടെ പറയുന്നത്. ഈ പ്രമുഖന്മാരെ ഒന്നും എനിക്കറിയില്ല. കാരണം നമ്മളൊരു ശ്രീവിദ്യാ ദീക്ഷ സ്വീകരിച്ചിട്ട് നമ്മളെ വേറെ ഏതൊക്കെ ദേവതകളെയാണ് ഉപാസിക്കണം എന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിക്കണം. കാരണം അമ്മയെ കിട്ടിക്കഴിഞ്ഞും ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കുന്നവരെ കൂടെയാണ് ഈ പറയുക. കാരണം അമ്മയെ കിട്ടിയിട്ടും പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിച്ചാൽ എനിക്കെന്തോ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തെറ്റിദ്ധാരണ, അത് നമ്മൾ മാറ്റണം. അപ്പൊ ഈ ശങ്കരാചാര്യ സ്വാമികൾക്ക് അപ്പുറം അല്ലല്ലോ നമ്മൾ ആരും എത്തിയിട്ടില്ല. അദ്ദേഹം പറയണു, ആ പ്രമുഖരെ പേരെടുത്ത് പറഞ്ഞിട്ടാ പറയണേ, എനിക്ക് അവരെ അറിയില്ല എന്ന്. അവരെന്താ അദ്ദേഹത്തെ ശപിച്ചോ? ഇല്ലല്ലോ. ഈ പറഞ്ഞവരെ കുറിച്ചെല്ലാം അനേക ശ്ലോകങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയണു, എനിക്ക് അമ്മ മാത്രം മതി. എന്താ, ഒരു ഉപാസനാ മാർഗം സ്വീകരിച്ചാൽ ഏകമായിരിക്കണം നമ്മുടെ വഴി, അവിടെ വേറൊന്നും കൊണ്ടുവരാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് മഹാവിദ്യയായിരിക്കുന്ന ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ആരെയൊക്കെയാണ് ഈ 6 പ്രമുഖന്മാരെ പേരെടുത്ത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പച്ചയായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ്. ആരൊക്കെയാ? പ്രജേശൻ, പ്രജേശൻ ഇല്ലേ? ആദ്യം പറയുന്ന ആളാണ് പ്രജേശൻ. പ്രമുഖനായിട്ടുള്ള 6 പേരിൽ ഏറ്റവും ആദ്യം പറയുന്ന ആളാണ് പ്രജേശൻ. ആരാ പ്രജേശൻ? പ്രജകളെ സൃഷ്ടിക്കുന്ന പ്രജാപതിയായിരിക്കുന്ന പിതാമഹനായിരിക്കുന്ന ബ്രഹ്മദേവൻ. നമ്മൾ പറയില്ലേ, സൃഷ്ടി സ്ഥിതി സംഹാരകാരകനിൽ ആദ്യത്തെ ആളിനെ തന്നെ എനിക്ക് അറിയേയില്ല. ഈ പ്രജേശനെ, പ്രജകളെയൊക്കെ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തെ പ്രജാപതി എന്നറിയണം. പ്രജാപതികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന സാക്ഷാൽ ബ്രഹ്മദേവനെ എനിക്കറിയില്ല. മറ്റ് പ്രജാപതികൾക്ക് പതിയായിരിക്കുന്നവൻ. മറ്റ് പ്രജാപതികളൊക്കെ ആരാണ്? അത്രി, വസിഷ്ഠൻ, പുലസ്തൻ, പുലഹൻ, അല്ലെ? മനു തുടങ്ങിയിരിക്കുന്ന ഈവൻ ദക്ഷൻ വരെ പ്രജാപതിയാണ്. ഇവരുടെ എല്ലാം പിതാവായിട്ടിരിക്കുന്ന ബ്രഹ്മദേവനെ എനിക്കറിയില്ല. അപ്പോ അഹം പ്രജേശൻ ന ജാനാമി, നല്ലതായിട്ട് തുറന്നു പറയാണ്. എനിക്ക് ഈ പ്രജേശൻ, ഈ ബ്രഹ്മാവിനെ ഞാൻ കേട്ടിട്ട് പോലുമില്ല, എനിക്കറിയില്ല. എനിക്ക് സൃഷ്ടികർത്താവായ പ്രജേശനെ അറിയത്തില്ല. അപ്പൊ ഭജിച്ചിട്ടുമില്ല, ആശ്രയിച്ചിട്ടുമില്ല, ഇനി ഞാൻ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി അടുത്ത ആളാരാ? രമേശൻ. അപ്പോ രമേശൻ ആരാ? രമയുടെ ഈശൻ, രമായാഹ ഈശം, രമയുടെ ഭർത്താവ്, രമയുടെ ഈശൻ, ലക്ഷ്മീപതിയായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു, അല്ലെ? അദ്ദേഹം സ്ഥിതികർത്താവാണ്. ആദ്യം സൃഷ്ടികർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പൊ പറയണു, എനിക്ക് രണ്ടാമത്തെ ആളിനെ അറിയില്ല. ആരാണ്? സ്ഥിതികർത്താവായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ. പാൽക്കടലില് അനന്തന്റെ മേളില് പള്ളി കൊള്ളുന്ന പറയുന്ന രമേശൻ, രമയുടെ ഭർത്താവെന്ന് മാത്രം കേട്ടിട്ടുണ്ട്, അല്ലെ? അദ്ദേഹത്തെ എനിക്ക് അറിയില്ല, ഞാൻ അദ്ദേഹത്തെ വിളിക്കാറില്ല, എനിക്ക് പരിചയമില്ല
എനിക്ക് പരിചയം ആരെയാ? അമ്മയെ മാത്രം. അമ്മയെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. എനിക്ക് അത് മാത്രം മതി. ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ആള് മഹേശൻ, അല്ലേ? മഹാനായ ഈശൻ. ഈശന്മാരിൽ വെച്ച് മഹാനായിട്ടുള്ള മഹാദേവൻ, സംഹാര രുദ്രൻ. അദ്ദേഹത്തെ പോലും ഞാൻ ഭജിക്കുന്നില്ല. അദ്ദേഹത്തെ അദ്ദേഹത്തെ എനിക്ക് അറിയുകയോ ചെയ്യില്ല. ഇപ്പൊ 3 പേരെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രന്മാര്, ത്രിമൂർത്തികളെ പോലും എനിക്ക് അറിഞ്ഞുകൂടാന്ന് ആദ്യം പറഞ്ഞു, അല്ലെ? അപ്പൊ സുരേശൻ ന ജാനാമി. പിന്നെ പറയാണ് സുരന്മാരുടെ ഈശ്വരൻ. ആരാണ് സുരന്മാരുടെ ഈശ്വരൻ? ദേവേന്ദ്രൻ, ശചീപതി. അദ്ദേഹത്തെ എനിക്കറിയില്ല. മനസ്സിന്റെ കാരകനാണ്, അല്ലേ? ആ ദേവേന്ദ്രൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ താഴെയുള്ള അശ്വനി ദേവകളെ അറിയില്ല, മരുത്തുക്കളെ അറിയില്ല, അഗ്നി അറിയില്ല, യമനെ അറിയില്ല, വായു, നിര്യതി, വരുണൻ, കുബേരൻ. എനിക്ക് ഒരു കുഞ്ഞിനെ അറിയത്തില്ല. അവർ അഷ്ടദിക്പാലകരൊക്കെ ആയിരിക്കാം, പക്ഷെ എനിക്കറിയില്ല. അപ്പൊ സുരേശൻ ന ജാനാമി എന്ന് പറയുമ്പോ മറ്റ് ദേവന്മാര്, ദിക്പാലകരെല്ലാം അതിനകത്ത് വരും. അവരെ ഒന്നും എനിക്കറിയില്ല. ദിനേശം ന ജാനാമി. അപ്പൊ പറയുന്നു എന്നും വരുന്ന ഒരാളുണ്ട്, ഇല്ലേ? ആളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആളിന്റെ പേരാണ് ദിനേശൻ. ആരാ? സൂര്യഭഗവാൻ. സൂര്യഭഗവാനെ ഉപാസിക്കാൻ എനിക്കറിയില്ല. സൂര്യഭഗവാനെ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അല്ലെ? നമ്മുടെ പിതാവിന്റെ സ്ഥാനാണ് സൂര്യദേവൻ. അതുപോലും ഇദ്ദേഹം നിരസിക്കുകയാണ്. എനിക്കറിയില്ല. ലോകത്ത് എല്ലാവർക്കുമുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കും ഉള്ളൂ, അല്ലാതെ ഈശ്വരനായിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് സൂര്യനെ അറിയേയില്ല, ഭജിച്ചിട്ടില്ല. ഇനി നിശീഥേശ്വരം വാ. ഇനി നിശീതിയുടെ ഈശ്വരൻ ആരാണ്? നിശീതി, രാത്രിയുടെ ഈശ്വരൻ, ചന്ദ്രഭഗവാൻ, ഇല്ലേ? അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും എനിക്കറിയില്ല, അഷ്ടദിക്പാലകരെ അറിയില്ല, ത്രിമൂർത്തികളെ അറിയില്ല. അപ്പൊ അദ്ദേഹത്തെ എനിക്കറിയില്ല. അപ്പൊ ഇനി സൂര്യചന്ദ്രന്മാരാണ് നമ്മുടെ സാക്ഷികൾ, അല്ലേ? അപ്പൊ ഇന്ദ്രൻ, അന്യദേവതകള്, ത്രിമൂർത്തികള് ഒന്നും കഥാചിത ന ജാനാമി. അവരെ അറിയേയില്ല. എനിക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല, ഭജിക്കാറില്ല. വളരെ ഭംഗിയായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, അല്ലെ? അവരൊന്നും അത്ര വലിയവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയതാരാ? ശരണ്യായിരിക്കുന്ന അമ്മയുള്ളപ്പോ എനിക്ക് അവരൊക്കെ എങ്ങനെയാ വലുതാകുന്നത്? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ എല്ലാം തികഞ്ഞ, എല്ലാവർക്കും ശരണം കൊടുക്കാൻ സർവശക്തിയായിട്ടിരിക്കുന്ന അമ്മയുള്ളപ്പോ ഞാൻ എന്തിനും മറ്റുള്ളവരെ ഭജിക്കണം? അതുകൊണ്ട് ആരുടെ പുറകെയും ഞാൻ പോയിട്ടില്ല, ഇല്ലേ? അമ്മ കാണാതെ, അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ത്വം ഏക മമ ഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കാണാതെ മറ്റുള്ളവരെ ഭജിക്കുന്ന ജോലി എനിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. അതുകൊണ്ട് ഞാനിതാ അമ്മേ, എനിക്ക് അവരെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് ദുഃഖങ്ങൾ അവരിൽ നിന്ന് വന്നാലും എന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാശ്രയ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പറയണു ത്വമേക മമ ഗതിഹി, മമ ഗതി, മമ ഗതി, അല്ലെ? ദേവി മാത്രമാണ് എനിക്ക് ആശ്രയസ്ഥാനം. എന്നെ രക്ഷിക്കണം ഹേ ഭവാനി എന്ന് പറയാണ്. എന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുതേ. അമ്മ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരെല്ലാം കൂടെ എന്നെ പിച്ചി ചീന്തും. കാരണം എന്താ? ഇവരെ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവരാണ് ഈ പ്രപഞ്ച നാഥന്മാരില്ലേ? ഇവരാണ് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരകര്, അഷ്ടദിക്പാലകര്, സൂര്യൻ, ചന്ദ്രൻ. ഇവരെല്ലാം ഉള്ള ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു കുഞ്ഞായിട്ട് മാറി. കാരണം ഇവരെ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മ ഇവർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ അമ്മ. ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ. ആ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും അമ്മ സംരക്ഷിക്കും, വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, അല്ലെ? നമുക്കറിയാം, ഒരു ബയോളജിക്കൽ മദർ പോലും വേറെ ഒരു കുഞ്ഞിന് ഒരു ദോഷം വന്നാൽ ആ കുഞ്ഞിനെ തന്റെ ജീവൻ കൊടുത്ത് രക്ഷിക്കുന്നവളുടെ പേരാണ് അമ്മ. അതറിയാം. അപ്പൊ അതുകൊണ്ട് അമ്മ വേറെ ആർക്കും എന്നെ വിട്ടുകൊടുക്കില്ല. കാരണം എന്താ? അവരെ ഒന്നും എനിക്ക് പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക്, അപരിചിതരായിരിക്കുന്ന അവരുടെ അടുത്തേക്ക് അമ്മ വിട്ടാല് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ചെന്ന് അവര് എന്നെ ഉപദ്രവിക്കും. എനിക്ക് അവരെ അറിയില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പരിചയവും ഇല്ലാന്ന്. ആ ദേഷ്യം അവരുടെ ഉള്ളിൽ കാണും. അതുകൊണ്ട് അമ്മ എന്ത് വേണം? എന്നെ എന്താ പറയാ, രക്ഷിക്കണം. ആ പരിചയം ഉണ്ടായിട്ട് പോലും വിളിച്ചാ വരാത്തവരാണ് അവരൊക്കെ, ഇല്ലേ? അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ അവരിലൊന്നും ഒരു താല്പര്യമില്ല. അവരെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഉപാസന ചെയ്ത് അവരെ കാണാനോ അവരെ ചെന്ന് എന്താ പറയാ പരിചയപ്പെടാനോ എനിക്കിനി അതിനൊന്നും താല്പര്യമില്ല. കാരണം എന്താണ്? പിന്നെ എന്നെയും പരിചയമില്ല. അപ്പൊ ഇത്രയും പരിചയമുള്ളവരുടെ കുറച്ചൊക്കെ പരിചയമുള്ളവർ പോലും ഒരാവശ്യത്തിന് ചെന്നാൽ അവരുടെ ഗേറ്റ് അടയ്ക്കുകയാണ് പതിവ്, ഇല്ലേ? നമ്മൾ ഇന്ന് ധനത്തിന് നമുക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. നല്ല ഒരു പണക്കാരൻ നമ്മുടെ ഫ്രണ്ടാണ്, ഇല്ലേ? കൂട്ടുകാരനാണ്. കുബേരനെ പോലെ പണം ഉണ്ടെന്ന് വെക്കൂ. അവരുടെ വീട്ടില് നമുക്ക് ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ ഫോൺ എടുക്കൂല, ഗേറ്റും തുറക്കില്ല, അല്ലേ? നമ്മള് അവരെ വിളിക്കുന്നറിയാം. ഓ, അടുത്തത് എന്നെ ആയിരിക്കും നോട്ടം ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ
സത്ഫലങ്ങൾ ഉള്ളപ്പോ, നമുക്ക് എല്ലാം തികഞ്ഞിരിക്കുമ്പോ നമുക്ക് ഒരുപാട് മിത്രങ്ങൾ കാണും. നമ്മുടെ ദുഃഖകാലത്ത്, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അല്ലെ, നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ല, നമ്മൾ അവരുടെ അടുത്തൊന്ന് ചെന്നു, അവരെ വിളിക്കും, നമ്മൾ വേറെ ആരെങ്കിലും മുഖാന്തരം അറിയും അവർക്ക് സുഖമില്ല, ആദ്യം അയ്യോ കഷ്ടം എന്നൊക്കെ പറയും, ഇനി എന്നെ എന്തിനെങ്കിലും വിളിക്കുമോ, എനിക്ക് എന്തെങ്കിലും പണം ചെലവാകുമോ, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പറയും. പിന്നെ അവര് വിളിക്കുമ്പോ പതുക്കെ അതിൽ നിന്ന് ഒഴിവാകും, അല്ലെ, സൂത്രത്തിലെന്ന് പറയാം. നമ്മൾ ഫോൺ എടുക്കില്ല, അറിയാത്ത മട്ടിൽ ഒരു ദിവസം പോയി അന്വേഷിച്ചാലോ വല്ലതും ആയി, അത്രേ ഉള്ളൂ. ആരോഗ്യമായിട്ടിരിക്കുമ്പോഴും സമ്പത്തുള്ളപ്പോഴും നമുക്ക് ധാരാളം കൂട്ടുകാർ കാണും. അത് ഈ പറഞ്ഞവരെല്ലാം ആ ഗണത്തിൽ പെടുത്തിയിരിക്കുകയാണ് ശങ്കരാചാര്യ സ്വാമികള്. ഇവരെ ഒന്നും എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രജേശനെയും സുരേഷിനെയും രമേശനെയും ഒക്കെ കാണാൻ. ഞാനിനി അവരുടെ അടുത്തൊന്നും പോകുന്നില്ല, ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അമ്മയുണ്ടോന്ന്, അല്ലെ. അപ്പൊ ഇനി ഇവർക്ക് ആ ദേഷ്യവും കൂടെ കാണും. അതുകൊണ്ട് അമ്മ ഇവർക്കൊന്നും എന്നെ വിട്ടുകൊടുക്കല്ലേ. എത്ര എത്ര എന്താ പറയാ, ചാതുര്യമായിട്ടാണ് അദ്ദേഹം അമ്മയോട് പറയുന്നത്. കാരണം അമ്മ മാത്രമേ ആർക്കും കൊടുക്കാതിരിക്കുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം, അല്ലെ. അപ്പോ ഈ കുറച്ച് പരിചയമുള്ളവർ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ കാലത്തില് തീരെ പരിചയമില്ലാത്തവര് എങ്ങനെ എന്നെ നോക്കും? അപ്പൊ അവരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് മറ്റേതെങ്കിലും നാഥന്മാർ എന്നെ രക്ഷിച്ചോളുമെന്ന് കരുതി അമ്മ ഇരിക്കരുതേ, അമ്മ എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്ക് ആകെ ഒരു ഗതിയേ ഉള്ളൂ, അത് അമ്മ മാത്രാണ്, അമ്മ മാത്രം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അനന്യഭക്തി, ഇതാണ് നമുക്ക് വേണ്ടത്. ഏത് ഉപാസന സ്വീകരിച്ചാലും നമുക്ക് വേണ്ട ആ എന്താ പറയാ, ഈ ശ്ലോകം, നമുക്ക് ഈ 6ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അനന്യഭക്തി. ഭഗവാൻ ഭഗവത്ഗീതയിലും അത് തന്നെയാ പറയുന്നത്. പലയിടത്ത് നമ്മൾ നമ്മുടെ എനർജിയെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗതി വ്യക്തമാവില്ല. ഒരെണ്ണത്തില്, ഒരാളില് നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഫുൾ എനർജി, മനസ്സിന്റെ കോൺസെൻട്രേഷൻ സദാ ചിന്തിക്കുന്നത് അതായിരിക്കണം. അപ്പൊ ആ അനന്യഭക്തി, അനന്യമായിരിക്കുന്ന ശരണാഗതി, ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്ന വഴി. ഇത് നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ നമ്മൾ പല വഴികളിലൂടെ ഈ മഹാമന്ത്ര ദീക്ഷ കിട്ടിയിട്ടും നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ഒരു കാട്ടിൽ അകപ്പെട്ടവരെ പോലെ അലഞ്ഞു നടക്കാനേ ഗതിയുള്ളൂ. കാരണം ഇതുപോലെ ധൈര്യത്തോടു കൂടി എനിക്ക് വേറെ ആരും വേണ്ട, ആരെയൊക്കെയാണ് നിരാകരിച്ചത് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ശിവന്റെ മുമ്പിൽ ഒരു പൂ വച്ചില്ലെങ്കിൽ ശിവൻ പിണങ്ങുമോ? വിഷ്ണുവിന്റെ മുമ്പിൽ അടുത്ത പൂ വെച്ചു, വിഷ്ണു പിണങ്ങാതെ. അങ്ങനെ ഒരു 50 ഫോട്ടോകൾ പൂജാമുറി കാണും, എല്ലാവരുടെ മുമ്പിലും ഫോട്ടോയില് പൂ വെക്കും. കാരണം അവര് പിണങ്ങും. നമ്മുടെ മനസ്സ് അത്ര ചെറുതാണ്, അല്ലെ. ആ അമ്മയെ ഉൾക്കൊള്ളാൻ പാകമായിട്ടില്ല. അമ്മയുള്ളപ്പോ ബാക്കി എല്ലാവരും ഉണ്ട്, അമ്മയില്ലെങ്കിൽ ആരും ഇല്ല. അമ്മയില്ലാത്ത കുട്ടിയെ നോക്കുന്നത് അതുപോലെയൊക്കെ ആയിരിക്കും. ഒരു രണ്ടാനമ്മ വന്നാൽ, പെറ്റമ്മ ഇല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെ ഇരിക്കും? ഒരിക്കലും പെറ്റമ്മ വളർത്തുന്ന പോലെ പോറ്റമ്മ വളർത്തില്ല. വേറെ ആർക്കും നമ്മളെ അതുപോലെ രക്ഷിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രാർത്ഥന എല്ലാവരുടെ ഉള്ളിലും വേണം, ആരെയാണോ സ്വീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വിഷ്ണുവിനെ ആവട്ടെ, ശിവനെ ആവട്ടെ, ദേവിയെ ആവട്ടെ, ആരെങ്കിലും ഒരാളെ അവർക്ക് അനന്യമായിട്ട് വേറെ ഒന്നിനും നമ്മള് സ്ഥലം കൊടുക്കരുത് നമ്മുടെ മനസ്സിൽ. അപ്പോ ആ ഒരു ഉപാസനാ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടദേവതയിൽ മാത്രം ഏകാഗ്ര ഭക്തി വേണം. അതിനു വേണ്ടിയിട്ടാണ് മറ്റു ഭാവങ്ങളെയൊക്കെ അറിയില്ല, ആശ്രയിക്കുന്നില്ല, ദേവി ഒരാളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നൊക്കെ പറയാൻ കാരണം ഈ ഒരു അർത്ഥമാണ് നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നത്. ദേവി ഉപാസകരായവർ എന്താ വേണ്ട? ദേവിയെ മാത്രം ശരണാഗതി ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ദേവിയുടെ വിഭൂതികൾ മാത്രമാണെന്ന് അറിയുക. ദേവിയിൽ നിന്ന് ഉണ്ടായവരാണ്, അല്ലെ. അപ്പൊ നമ്മളെന്താ, ദേവി ശരിക്കും പറഞ്ഞാല് ആ ദേവിക്ക് അർച്ചന ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഓം വിഷ്ണു രൂപായേ നമശിവായേ ബ്രഹ്മാ വിഷ്ണു ശിവാത്മികായേ നമ ലളിതായേ നമ എന്ന് പറയുന്നത്. അപ്പൊ വിഷ്ണു ശിവ ലളിതായേ നമ, എന്താ അതിന്റെ അർത്ഥം? ഇത് മൂന്നും അമ്മയാണ്. ഈ 3 പേരും വന്നിരിക്കുന്നത് ലളിതാ ത്രിപുര സുന്ദരിയിൽ നിന്നാണ്. ബ്രഹ്മാ വിഷ്ണു ശിവാത്മികായ എന്ന് പറഞ്ഞാൽ 3 പേരും ഒന്നാണ്. നമ്മൾ നമ്മുടെ എന്താ പറയാ സൗകര്യത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി അവരെ 3ആയിട്ട് കാണുന്നു എന്ന് മാത്രം. അപ്പോ അമ്മയുടെ വിഭൂതികളായിരിക്കുന്നവരുടെ പുറകെ അല്ല പോകുന്നത്, അമ്മയുടെ അടുത്ത് തന്നെയാണ് പോകേണ്ടത്. അവരെയൊക്കെ ദേവിയുടെ കിങ്കരന്മാരായിട്ട് മാത്രം കാണണം, അല്ലെ. ബ്രഹ്മാസന സ്ഥിത പഞ്ചപ്രേത മഞ്ചാതിശായിന്യേ നമ. അപ്പൊ ഇതൊക്കെ എന്താ, ഈ പ്രേതങ്ങളായിട്ട് ഇരിക്കുന്നവർക്ക് ആരുടെ ശക്തി കിട്ടിയിട്ടാ അവർക്ക് ജീവൻ വെക്കുന്നത്? ഈ മഹാശക്തിയുടെ, അല്ലെ. അപ്പോ ദേവിയെ കിട്ടിയാല് നമ്മള് കേന്ദ്രത്തിലാണ് പിടിച്ചിരിക്കണമെന്ന് അർത്ഥം, അല്ലെ. കേന്ദ്രത്തെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഈ പറയുന്ന അമ്മ എന്താ പറയാ, ഈ അമ്മയെ ആശ്രയിച്ച് കഴിയുന്ന പ്രജേശനും രമേശനും സുരേശനും ദിനേശനും നിശീതേശ്വരനും ഒക്കെ എന്താ നമുക്ക് വേണോ? കാരണം നമ്മള് ഈ കേരളത്തില് ഇല്ലേ, നമ്മൾ പറയും സംസ്ഥാനത്ത് പിടിയില്ലെങ്കിലും കേന്ദ്രത്തിൽ പിടിയുണ്ടെന്നല്ലേ. അത് മതി.
അവിടെ പിടിച്ചാലേ എല്ലാം നടക്കുള്ളൂ. സംസ്ഥാനത്തിൽ നടക്കേണ്ടത് സംസ്ഥാനത്തിൽ നടക്കും. പക്ഷെ കേന്ദ്രത്തിൽ നിന്നൊരു ഫോൺ കോൾ വന്നാല് സംസ്ഥാനത്തിലുള്ളവര് എന്താ പറയാ, അവര് അനുസരിച്ചേ മതിയാകുള്ളൂ. ഇവരെല്ലാം തന്നെ എന്താ അമ്മയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പൊ അവരെ എനിക്കറിയില്ല, അല്ലയോ അമ്മേ, അമ്മയെ മാത്രമേ എനിക്കറിയാവൂ, അമ്മ മാത്രമേ എനിക്ക് ഗതിയുള്ളൂ. അമ്മ തന്നെ എന്നെ സ്വീകരിച്ചിട്ട് എന്ത് വേണം, എന്നെ അനുഗ്രഹിക്കണം. ത്വം ഏക ഗതിസ്ത്വം, ഏകാമേ ഗതി. ഞാൻ എവിടെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും എന്നെ രക്ഷിക്കണേ അമ്മേ എന്നതാണ് 7ാമത്തെ ശ്ലോകം. അനന്യ ഭക്തിയെ കാണിക്കുകയാണ്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകം. വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ജാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രഭാഹി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഇനി വിവിധ അവസ്ഥകളെ കുറിച്ച് പറയാണ് അടുത്തത്. വിവിധ അവസ്ഥകളിൽ ഞാൻ ഭയപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മ തന്നെ വന്ന് എന്നെ രക്ഷിക്കണേ. അമ്മ തന്നെ വന്ന്, ഏക എന്ന് പറഞ്ഞാൽ എന്താ, അമ്മ മാത്രം മതി എനിക്ക്, വേറെ ആരും വരണം എന്ന് വിളിക്കണ പോലും ഇല്ല. നോക്കൂ, നമ്മളാണെങ്കിൽ 10 പേരെ റെഡിയാക്കി വെക്കും, ഇല്ല ഒരാൾ വന്നില്ലേ മറ്റേ ആള് വരട്ടെ. ഏത് കാര്യത്തിനും നമ്മൾ പകരക്കാരെ കണ്ടുവെക്കും. ഇവിടെ അങ്ങനെയില്ല. ഒന്നിൽ വിശ്വസിച്ചാൽ അത് മാത്രം അമ്മ വരും, ഉറപ്പാണ്. എന്റെ ഏത് അവസ്ഥയിലും അമ്മ വരും. അമ്മ വന്ന് എന്നെ രക്ഷിക്കും. അമ്മ മാത്രമാണ് എനിക്ക് ഗതി, എന്റെ ശരണം എന്ന് വീണ്ടും വീണ്ടും ശരണ്യേ ഭവാനി സദാമാം പ്രഭാഹി. അപ്പൊ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ശക്തിയുള്ള അല്ലയോ അമ്മേ, ഞാൻ എപ്പോഴും ശരണാഗത വത്സലയായിട്ടിരിക്കുന്നവളെ, എന്തും നൽകി അനുഗ്രഹിക്കുന്നവളെ, സർവശക്തി സമന്വിതേ, അല്ലേ നമ്മൾ പറയാറുണ്ട്, സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. അമ്മയുള്ളപ്പോ ഞാൻ എന്തിനാ ഭയേഭ്യം, എനിക്ക് ഭയം എന്തിനാ, അമ്മയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ആ ശക്തിത്വമുള്ളവളെ, ഏകാ മമ ഗതിഹി സദാ മാം പ്രഭാഹി, സദാ എന്നെ രക്ഷിച്ചാലും, സർവസ്വരൂപേ സർവേശേ പറയാണ്. അപ്പോ ഈ എല്ലാ ശക്തികളും തികഞ്ഞ അല്ലയോ അമ്മേ, സദാ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും. അത് എവിടെയൊക്കെ എന്താ പറയാ, എവിടെയൊക്കെയാണ് ഞാൻ അകപ്പെട്ടാലും, അതുകൊണ്ടാണ് സദാ എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ. എത്ര കാര്യങ്ങൾ, വീണ്ടും 9 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 9 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, എനിക്ക് അമ്മ മാത്രം മതി. അതാണ് സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ. എല്ലാ ശക്തികളും ഒന്നിച്ച് അമ്മയുടെ ദേഹത്തു നിന്നാണല്ലേ. ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയാക മമാപര. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അമ്മ ദേവി മഹാത്മ്യത്തിൽ അമ്മ തന്നെ പറയുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഉള്ളത്, എന്നിൽ നിന്നാണ് എല്ലാ ശക്തികളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതാ ഉറച്ചു വിശ്വസിക്കുന്നു, എവിടെയാണെങ്കിലും സദാ എന്ന് പറയാൻ കാരണം, എവിടെയാണെങ്കിലും ഞാൻ അവിടെ അകപ്പെട്ടു പോയാൽ അമ്മ വന്ന് എന്നെ രക്ഷിക്കണേ. എവിടെയൊക്കെയാണ് നമ്മൾ അകപ്പെടാൻ പോകുന്നത്? വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ. 9 സ്ഥാനങ്ങള്, സോറി 11 10 അല്ല, 9 സ്ഥാനങ്ങളില് പറഞ്ഞിട്ടുണ്ട്. അമ്മ മാം പ്രപാഹി, എന്നെ രക്ഷിച്ചാലും. ഇപ്പൊ പ്രകർഷേണ പാഹി, പ്രപാഹി എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ പ്രകർഷേണ നന്നായിട്ട് സന്തോഷത്തോടു കൂടി വന്ന് എന്നെ രക്ഷിക്കണേ അമ്മ. കാരണം അമ്മയാണ്, അമ്മ എന്നുള്ള വാക്കിന് രക്ഷ എന്നാണ് അർത്ഥം, ഇല്ലേ. ഒരു കുഞ്ഞിന്റെ പരമമായിട്ട് അൾട്ടിമേറ്റ് എയിം അമ്മയാണ്. അമ്മ എന്നെ രക്ഷിക്കും, ആ ഉറപ്പാണ്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ വിഷമങ്ങൾ എനിക്ക് സംഭവിക്കും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏകദേശം കുറെ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ എവിടെ വേണമെങ്കിലും എനിക്ക് ദുഃഖങ്ങൾ വരാം. അപ്പൊ വന്നിട്ട് എന്ത് വേണം, എന്നെ രക്ഷിക്കണേ. അപ്പൊ ആദ്യത്തെ സന്ദർഭം ഏതാ, വിവാദങ്ങള്, മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകുന്ന തർക്കങ്ങള്, കലഹങ്ങള്, പ്രശ്നങ്ങള്, ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താ പറയാ, സംസാരിച്ച് വലിയ പ്രശ്നങ്ങളാകും, അല്ലെ. അപ്പൊ വലുതായി നമ്മൾ പറയും, ചെറുതിൽ തുടങ്ങി ഇപ്പൊ അവസാനം കത്തിക്കുത്തായി, അവസാനം ഒരാള് ജീവനാശം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കാറുണ്ട്, അല്ലെ. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങും, അവസാനം എന്താ, ജീവഹാനിക്ക് വരെ കാരണമാകുന്ന സംഭാഷണങ്ങൾ, അല്ലെ. നിസ്സാരമായിട്ടുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങൾ എനിക്ക് വരാം. ഈ സമയത്തൊക്കെ എന്റെ കൂടെ നിന്ന് എന്നെ രക്ഷിക്കണേ. കാരണം ആവശ്യമില്ലാത്തത് സംസാരിക്കാൻ ഇടവരുത്തരുതേ. പണ്ഡിത സദസ്സുകളിൽ ഞാൻ വിവാദത്തിന് പോകുമ്പോൾ എനിക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ. മറ്റുള്ളവരൊക്കെ എന്നെ വെല്ലുവിളിച്ച് ശാസ്ത്ര തർക്കങ്ങൾ ചെയ്യുമ്പോൾ
അമ്മ വന്നിട്ട് എന്റെ നാവിലിരുന്ന് എനിക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ, നല്ല വാക്കുകൾ എനിക്ക് ഉരിയാടാൻ അമ്മ തന്നെ എന്നെ സഹായിക്കണേ. അമ്മ തന്നെ എന്റെ കൂടെ നിന്ന് എന്നെ രക്ഷിക്കണേ. അങ്ങനെ വിവിധ സന്ദർഭങ്ങളിലെ മാം പ്രപാഹി, ഏത് സന്ദർഭം വന്നാലും അമ്മ എന്നെ രക്ഷിക്കണേ. അടുത്ത എന്താ? വിഷാദേ, ഞാൻ തളരുമ്പോൾ, കാരണം എനിക്ക് വിഷമമുണ്ടാകുമ്പോൾ, ക്ഷീണമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, പല സന്ദർഭങ്ങളിലും ഞാൻ പരാജയപ്പെടുമ്പോൾ, ഞാൻ എല്ലായിടത്തും വിജയിക്കണമെന്നില്ല അമ്മേ, കാരണം എനിക്ക് അത്രയും ബുദ്ധിയോ കഴിവോ ഒന്നുമില്ല. ഞാന് പല സന്ദർഭങ്ങളിലും ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട്. എനിക്ക് ദുഃഖമുണ്ടാകും. ഞാൻ വിശ്വസിച്ചവരെന്നെ വഞ്ചിക്കുമ്പോൾ, ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ, എന്റെ പല പല എന്താ പറയാ, എന്റെ അടുത്ത ബന്ധുക്കള് എന്നെ തള്ളിപ്പറയുമ്പോ ഒക്കെ എനിക്ക് ചില സമയത്തില് വളരെ വിഷമം ഉണ്ടാകും. നമ്മൾ പറയില്ലേ, ഡിപ്രസ്ഡ് ആയിപ്പോയി, ഡിപ്രസ്ഡ്, ഞാൻ വിഷമം അല്ലെ, ദുഃഖം ഉണ്ടായി എനിക്ക്. എന്നെ അതിൽ നിന്ന് കരകയറ്റാൻ സദാ, അതായത് എനിക്ക് ഉത്സാഹഭരിതനാക്കി എന്നെ വിജയശ്രീ ലാളിതനാക്കാൻ, ഏത് വിഷാദത്തിലും എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ, എനിക്ക് അഭയം തരാൻ മാം പ്രപാഹി, മാം പ്രപാഹി, എന്നെ രക്ഷിക്കണേ അമ്മേ, എന്നെ രക്ഷിക്കണേ.